വീട് പണിത ഭോഷന് തുല്യനാണ്. ഇതൊക്കെ ഞാൻ പറയുമ്പോൾ ശരിക്കും ഞാനിങ്ങനെ കാണുകയാണ് എന്തുകൊണ്ടാണ് നമ്മുടെ ഭവനങ്ങൾ ഇപ്പോൾ ഓരോരുത്തരുടെ സാക്ഷ്യത്തിലൊക്കെ പറയുന്നത്. നമ്മളിപ്പോഴും ഒരു ക്രിസ്തീയ ജീവിതമാണെങ്കിലും മാമോദീസ സ്വീകരിച്ചു, ശരീരലേപനം സ്വീകരിച്ചു, വിശുദ്ധ കുർബാനയെ സ്വീകരിക്കുന്നുണ്ടെങ്കിലും സ്വർഗരാജ്യത്തിലുള്ള വിശ്വാസത്തോടെ കർത്താവ് ചോദിച്ചാണ് ഞാൻ രക്തം സ്വീകരിക്കുന്നത് ക്ഷണിക്കുന്നു. ആ സ്വർഗരാജ്യത്തിൻ്റെ ആ വിസ്മരണീയത മനസ്സിലാക്കാൻ ഇനിയും നമ്മൾ കുറ്റം പറയണ്ട, ഇപ്പോഴും നമുക്കത് മനസ്സിലായി വരുന്നേ ഉള്ളൂ. ഓക്കെ, ഇനി നമ്മൾ ഇപ്പോൾ ഈ പറഞ്ഞത് ഈ വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഫരിസേയരുടെയും നീതിയും ഈശോ പറയുന്ന വസ്തുതയും തമ്മിലുള്ള വ്യത്യാസം നമ്മളിങ്ങനെ സാവധാനം മനസ്സിലാക്കി വരികയാണ്. ഇത് പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല. പെട്ടെന്ന് മനസ്സിലാകാത്തതിൻ്റെ കാരണം ഞാൻ ആ സിസ്റ്ററിൻ്റെ കഥ പറഞ്ഞ പോലെ 50 വർഷം എല്ലാ വർഷവും ധ്യാനിക്കുന്നത് ഈ കൽപ്പനയെക്കുറിച്ചാണ് എന്ന പോലെ നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഓരോ കുമ്പസാരത്തിലും നമ്മളൊരു ലിസ്റ്റ് ഉണ്ട്. നമ്മുടെ ഒരു ലിസ്റ്റ് ഉണ്ട്. ചിലർ പറയും ആദ്യ കുർബാനയ്ക്കുള്ള പാടിന് ആ ലിസ്റ്റ് വെച്ച് തന്നെയാണ്. ഇപ്പോഴും ആ ലിസ്റ്റ് തന്നെയാണ് പറയണേ. കൽപ്പനകൾ ഇന്ന കൽപ്പനയിൽ ഇന്നത് ലംഘിച്ചു, ഇന്ന കൽപ്പനയിൽ ഇന്നത് ലംഘിച്ചു, ഇന്ന കൽപ്പനയിൽ ഇന്നത് ലംഘിച്ചു. ആ ലിസ്റ്റാണ് നമ്മുടെ കുമ്പസാരം. അത് പോരാ. അതിനേക്കാൾ നല്ലൊരു കുമ്പസാരം നമ്മൾ നടത്തണം. അതെങ്ങനെയാണ്? ഓക്കെ, അതവിടെ നിൽക്കട്ടെ. നമ്മൾ ഇനി 3-ാം അധ്യായത്തിലേക്ക് വരും, അല്ലെങ്കിൽ നമ്മൾ ട്രാക്ക് മാറിപ്പോകും. ഒരുപാട് സമയമെടുക്കും. 3-ാം അധ്യായത്തിൽ 20-ാമത്തെ വചനം കഴിഞ്ഞിട്ട് 21 വരണം. അതിനു മുമ്പ് ഒന്നും കൂടി വായിച്ചോ 20-ാമത്തെ വചനം. നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ? ഇപ്പോ സന്തോഷമല്ലേ? വായിച്ചോളൂ. 20-ാമത്തെ വചനം ഒന്നുകൂടി വായിക്കൂ. നിയമം അനുഷ്ഠിക്കുന്നത് കൊണ്ട് ഒരുവനും അവിടുത്തെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നില്ല. ഇപ്പൊ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ ഉടനെ വിചാരിക്കരുത് അപ്പൊ എന്താ നിയമം അനുഷ്ഠിക്കേണ്ടെന്നാണോ പറയണേ? അങ്ങനെയല്ല. കണ്ടോ, 10-ാം അധ്യായത്തിൽ 4-ാമത്തെ വചനം നോക്കി. വിശ്വസിക്കുന്ന ഏതൊരുവനും നീതീകരിക്കപ്പെടുന്നതിന് ക്രിസ്തു നിയമത്തെ പൂർത്തീകരിച്ചിരിക്കുന്നു. കേട്ടോ, 10-ാം അധ്യായത്തിൽ 4-ാമത്തെ വചനം എന്താണ്? വിശ്വസിക്കുന്ന ഏതൊരുവനും നീതീകരിക്കപ്പെടുന്നതിന് ക്രിസ്തു നിയമത്തെ പൂർത്തീകരിച്ചു. ക്രിസ്തു നിയമത്തെ പൂർത്തീകരിച്ചു. പക്ഷെ അത് മുഴുവനും അങ്ങനെ പെട്ടെന്ന് മനസ്സിലാവില്ല. ഇനി നമ്മൾക്ക് 21 പോകാം. 3-ാം അധ്യായത്തിൽ 21. 3-ാം അധ്യായം 21. എല്ലാവരും ഒന്ന് വായിച്ചേ. 21, 22. സിസ്റ്റർ മൈക്ക് വെച്ചൊന്ന് വായിച്ചോ. താങ്ക് യു. നിയമവും പ്രവാചകന്മാരും സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള ദൈവനീതി നിയമത്തിലൂടെ അല്ലാതെ ഇപ്പോൾ വെളിപ്പെട്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഒന്ന് എല്ലാവരും ഏറ്റു പറഞ്ഞേ. എല്ലാവരും ഒന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട്. സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള ദൈവനീതി നിയമത്തിലൂടെ അല്ലാതെ ഇപ്പോൾ വെളിപ്പെട്ടിരിക്കുന്നു. ശ്രദ്ധിക്കണം എല്ലാവരും ഒരിക്കൽ കൂടി. നിയമവും പ്രവാചകന്മാരും സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള ദൈവനീതി നിയമത്തിലൂടെ അല്ലാതെ ഇപ്പോൾ വെളിപ്പെട്ടിരിക്കുന്നു. ഈ ദൈവനീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും ആരെന്നുള്ള വ്യത്യാസം കൂടാതെ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി ലഭിക്കുന്നതാണ്. കണ്ടിന്യൂ. എല്ലാവരും പാപം ചെയ്ത് ദൈവമഹത്വത്തിന് അയോഗ്യരായി അവർ അവിടുത്തെ കൃപയാൽ യേശുക്രിസ്തു വഴിയുള്ള വീണ്ടെടുപ്പിലൂടെ സൗജന്യമായി നീതീകരിക്കപ്പെടുന്നു. വിശ്വാസം വഴി സംലപ്തമാകുന്ന രക്തം കൊണ്ടുള്ള പാപപരിഹാരമായി ദൈവം അവനെ നിശ്ചയിച്ചു തന്നു. അവിടുന്ന് തൻ്റെ ക്ഷമയിൽ പഴയ പാപങ്ങളെ അവഗണിച്ചുകൊണ്ട് ഇപ്പോൾ തൻ്റെ നീതി വെളിപ്പെടുത്താനും അങ്ങനെ താൻ നീതിമാനാണെന്നും യേശുവിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്നവനാണെന്നും തെളിയിക്കാനാണ് ഇപ്രകാരം ചെയ്തത്. പ്രൈസ് ദി ലോർഡ്. ഇതാണ് ഇതിൻ്റെ രത്ന ചുരുക്കം. നിയമത്തിലൂടെ അല്ലാതെ ഈ ദൈവനീതി ഇപ്പോൾ വെളിപ്പെട്ടിരിക്കുന്നു.
നിങ്ങൾക്ക് എന്ത് വേണം? നിയമത്തിലൂടെ വേണോ, നിയമത്തിലൂടെ അല്ലാതെ വേണോ? നിയമത്തിലൂടെ അല്ലാതെ എങ്ങനെ കിട്ടണേ? യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി. യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി ഈ ദൈവനീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും ആരെന്നുള്ള വ്യത്യാസം കൂടാതെ, യഹൂദനാകാം ഗ്രീക്കുകാരനാകാം, ലഭിക്കുന്നതാണ്. നീ ശ്രദ്ധിക്കണം. 23, എല്ലാവരും പാപം ചെയ്ത് ദൈവമഹത്വത്തിന് അയോഗ്യരായി. നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുക്കാം കേട്ടോ. ഇപ്പൊ 2 മണിക്കൂറായല്ലേ, ഇപ്പൊ ഇതൊന്ന് കഴിഞ്ഞിട്ട് ഒരു ചെറിയ ബ്രേക്ക് എടുക്കാം. എല്ലാവരും പാപം ചെയ്ത് ദൈവമഹത്വത്തിന് അയോഗ്യരായി. അവർ അവിടുത്തെ കൃപയാൽ, കണ്ടോ, കൃപ, അവരെങ്ങനെയാണ് നീതീകരിക്കപ്പെടുന്നത്? അവിടുത്തെ കൃപയാൽ യേശുക്രിസ്തു വഴിയുള്ള വീണ്ടെടുപ്പിലൂടെ സൗജന്യമായി നീതീകരിക്കപ്പെടുന്നു. എല്ലാവരും ഉച്ചത്തിൽ പറഞ്ഞേ, അവർ അവിടുത്തെ കൃപയാൽ യേശുക്രിസ്തു വഴിയുള്ള വീണ്ടെടുപ്പിലൂടെ സൗജന്യമായി നീതീകരിക്കപ്പെടുന്നു. ഇപ്പൊ നമ്മുടെ മകൻ ജയിലിൽ കിടക്കായിരുന്നു. അവന്റെ കുറ്റം അവൻ ചെയ്തു. പക്ഷേ അപ്പൻ ചെന്നിട്ട് പഴയടച്ച് അവന് സൗജന്യമായി, അവനൊന്നും ചെയ്തില്ല. അവൻ വല്ലതും ചെയ്തോ? ഇതാണ് നമുക്ക് സമ്മതിക്കാൻ പറ്റാത്തത്. ചേട്ടാ, അവൻ കുറ്റം ചെയ്തല്ലേ, അവൻ ശിക്ഷ ചെയ്യണം, അവനല്ലേ ചെയ്യേണ്ടത്. കുറ്റം ചെയ്ത ആളെ, ആ കുറ്റവും അതിൻ്റെ ശാപവും അതിൻ്റെ ശിക്ഷയും മറ്റൊരാൾ ഏറ്റെടുക്കണം. ഇതെന്ത് നീതി? അതാണ് ദൈവനീതി. ഇത് മനസ്സിലാക്കാനാണ് ജ്ഞാനം വേണ്ടത്. നമുക്ക് പറ്റില്ല അത് മനസ്സിലാക്കാൻ. അതാണ് കരുണ. ഈ ദൈവനീതി യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി ലഭിക്കും. എല്ലാവരും പാപം ചെയ്തു ദൈവമഹത്വത്തിൽ. എല്ലാവരും പാപം ചെയ്തെന്ന് പറഞ്ഞാൽ ആദത്തിന്റെ പാപം എല്ലാവരെയും ദൈവമഹത്വത്തിൽ നിന്ന് അകറ്റി. അവർ അവിടുത്തെ കൃപയാൽ യേശുക്രിസ്തു വഴിയുള്ള വീണ്ടെടുപ്പിലൂടെ, വീണ്ടെടുപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് എളുപ്പം മനസ്സിലായല്ലോ, വീണ്ടെടുപ്പിലൂടെ സൗജന്യമായി നീതീകരിക്കപ്പെടുന്നു. അപ്പൊ യേശു, ഇപ്പൊ നമ്മൾ കൽപ്പന കൃത്യമായിട്ട് ഞാൻ പാലിച്ചാൽ ഞാൻ നീതീകരിക്കപ്പെടും എന്ന് വിശ്വസിക്കുകയാണെങ്കിൽ യേശുക്രിസ്തു കുരിശുമൂലയിൽ നമുക്ക് എന്ത് പ്രയോജനം ഉണ്ടായി? നമ്മൾ യേശുവുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കുന്നു. ഇത് ഗലാത്യ ലേഖനത്തിൽ പറഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ നിയമത്തിലൂടെയാണ് നീതീകരിക്കപ്പെടുമെന്ന് വിശ്വസിക്കുകയാണെങ്കിൽ യേശുക്രിസ്തുവുമായിട്ടുള്ള ബന്ധം നിങ്ങൾ വിച്ഛേദിക്കുകയാണ്. യേശുക്രിസ്തു നമുക്ക് എന്ത് ചെയ്തു? യേശുക്രിസ്തു കുരിശിൽ എന്ത് ചെയ്തു? നമ്മുടെ പാപങ്ങൾ ഏറ്റെടുത്തു. അത് വിശ്വസിച്ചാൽ അതിന്റെ അനുഗ്രഹം നമുക്ക് കിട്ടും. ഇത് യേശുക്രിസ്തു ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതാണ് സൗജന്യമായി. ഇവിടെ നിൽക്കട്ടെ, ഒരു 10 മിനിറ്റ് ബ്രേക്ക്. ഒന്ന് എഴുന്നേറ്റ് നടന്ന് വെള്ളം കുടിച്ചിട്ട് വേഗം വായോ.